വളരെ വിശദമായ പ്രതിഭാഗത്തിന്റെ പ്രോസിക്യൂഷന്റെ വാദം ഇന്ന് കോടതി മുറിക്കുള്ളിൽ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ആലോചിച്ചപ്പോൾ മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദത്തിന് തുടക്കമിട്ടത്. സ്നേഹം നടിച്ച് വിളിച്ചു വരുത്തി. ഗ്രീഷ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് ഡെവിളിഷ് തോട്ടാണ്, ചെകുത്താൻ ചിന്തയാണ്. മുൻപും വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, മുന്നൊരുക്കങ്ങൾ നടത്തി. ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും നീക്കങ്ങൾ നടത്തി. ഷാരോണിനെ വിഷം കലർന്ന കഷായം കുടിപ്പിക്കണം എന്ന് ഉറപ്പിച്ചിരുന്നു ഈ ഗ്രീഷ്മ. പ്രതിഭാഗത്തിന്റെ ആത്മഹത്യാവാദം അങ്ങേയറ്റം വിചിത്രമാണ്. ഒരു തീരുമാനവും നടപ്പാക്കുക എന്ന ലക്ഷ്യവുമായിരുന്നു ഗ്രീഷ്മയ്ക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. 11 നാളാണ് ഈ പറയുന്ന ഷാരോൺ കൊടിയ വേദന അനുഭവിച്ചു, അസഹനീയമായ വേദന അനുഭവിച്ചു എന്ന് പറഞ്ഞു. ഗ്രീഷ്മ ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കയറുന്നു. എനിക്ക് പഠിക്കണം എന്ന കാര്യം ആദ്യം എഴുതി നൽകുകയായിരുന്നു ഗ്രീഷ്മ. ഈ പറയുന്ന ബിരുദാനന്തര ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ കോടതി കൊടുക്കുകയും ചെയ്തു. അതായത് പ്രതിക്ക് പറയാനുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയത്. ഈ പറയുന്ന 11 നാൾ അസഹനീയമായ വേദന അനുഭവിച്ചു ഷാരോൺ. ആ വേദനയോളം വരില്ല മറ്റൊരു വേദനയും, ആ വേദനയോളം വരില്ല മറ്റ് പ്രതി ആവശ്യപ്പെടുന്ന ഒരാനുകൂല്യവും അതിന് മുകളിലേക്ക് വരില്ല എന്നടക്കം കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഇത് ആക്സിഡന്റൽ മർഡർ അല്ല, ഇത് തീരുമാനിച്ചുറപ്പിച്ച കൊലപാതകമാണ്, ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണ്, കൊടും ക്രിമിനലാണ്. ഗ്രീഷ്മ വിദ്യാഭ്യാസ അറിവുകൾ ദുരുപയോഗം ചെയ്തു. ഈ സംഭവം മലയാളിക്ക് മുഴുവനായി നാണക്കേടുണ്ടാക്കി. ഷാരോണിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഒരാളെ കൊല്ലുക മാത്രമല്ല ഗ്രീഷ്മ ചെയ്ത് കുറേയധികം സ്വപ്നങ്ങളെ തകർക്കുക കൂടി ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി പറഞ്ഞു. ഗ്രീഷ്മയ്ക്കുള്ളത് പൈശാചിക നേച്ചറാണ്, അല്ലെങ്കിൽ ഡെവിളിഷ് നേച്ചറാണ് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിൽ മനസ്താവുണ്ടായില്ല. വധശിക്ഷ നൽകണം എന്ന് തന്നെ കൃത്യമായി തന്നെ, ഇത് അപൂർവമാണ് ആ അർത്ഥത്തിൽ. അതുകൊണ്ട് വധശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ മറ്റ് കുറ്റകൃത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക. മറ്റു മാർഗമൊന്നും ഇല്ലാതെയാണ് പ്രതിക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യേണ്ടി വന്നു കൂടി പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. അതായത് പലതവണ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ്, പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അതും പെട്ടെന്ന് ചെയ്താണ്, ആസൂത്രണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആസൂത്രണത്തിൻ്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല.